ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും അമ്ലു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കോളിഫ്ലവർ മസാലയായിട്ടാണ് കേട്ടോ. മസാലയെന്നോ റോസ്റ്റെന്നോ എന്തുവേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു അടിപൊളി ഡിഷായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു കോളിഫ്ലവർ ഇവിടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നില്ല, ഇച്ചിരി മക്കൾക്ക് വർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്കിന്നൊരു മസാലയാക്കാം. അങ്ങനെ ഞാൻ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്യാനായിട്ട് അത് പൊതിഞ്ഞ് കിട്ടിയിട്ടുള്ളൊരു കവറാണ് കേട്ടോ, ഒരു വെള്ളി കവറാണത്. അത് ഞാൻ ഇങ്ങനെ വിരിച്ചിടുകയാണ്. അപ്പം നമുക്ക് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വെച്ചിട്ട് അതങ്ങടുത്ത് വേസ്റ്റ് കളഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുപോലെ ഇതുപോലെ ഇങ്ങനെയൊക്കെ ആക്കിയിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഓരോരോ ലീവ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ നാട്ടിൽ ഈ വാഴക്കൊലയും അതുപോലെ തന്നെ നമ്മുടെ കപ്പയൊക്കെ ഒരു പരുവാകുമ്പോൾ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഇങ്ങനെ ഒരു വെട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കളയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി ഇനി നമുക്ക് ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിടുന്നപ്പോഴാണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നത്, നമുക്കിതിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കെറ്റിലെടുത്തിട്ട് അതിലങ്ങ് വെള്ളം വെക്കുകയാണ് കേട്ടോ. ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്ത് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കോളിഫ്ലവറൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ പുഴുക്കളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. നമുക്ക് വെള്ളത്തിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചൂടുവെള്ളം ഒഴിച്ചതിൽ വച്ചാൽ മാത്രം മതിയാകും. അങ്ങനെ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കോളിഫ്ലവർ ചടപടേന്ന് പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മക്കൾക്ക് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. എല്ലാം പെറുക്കിയെടുത്ത് ആ ഒരു കവറിനകത്തേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി എടുത്ത് വേസ്റ്റ് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കൗണ്ടർ ടോപ്പൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും. ഞാൻ എങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള പാത്രങ്ങളായിരുന്നാലും ഇതുപോലെ ക്ലീനിങ് ആയിരുന്നാലും അപ്പോൾ തന്നെ ചെയ്ത് വെക്കും. പിന്നീടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അതപ്പോൾ ആ കൈയോടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കുകയും ചെയ്യും, നമുക്കൊരു സമാധാനമാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച ആ ഒരു വെള്ളം കൈയോടെ തന്നെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് തന്നെ മുങ്ങിക്കിടക്കണം കേട്ടോ. ആ രീതിക്ക് നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കോളിഫ്ലവറിൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് ആ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ അളവ് വലുതും ചെറുതൊക്കെ ആക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കോളിഫ്ലവറിന് അനുസരിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഉരുളി പോലത്തെ സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എനിക്ക് പറ്റിയൊരു അബദ്ധം കണ്ടോ, ഞാൻ എണ്ണ ഒഴിക്കുന്ന മുമ്പായിട്ട് തന്നെ ഈ ഒരു പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, അപ്പോഴാണ് ഓർത്തത് പെരിഞ്ജീരകം ഇട്ട് പോയല്ലോ എന്നുള്ളത്. പിന്നെ ഓടിപ്പോയി എണ്ണ എടുത്തിട്ടുണ്ടെന്ന് ചാല പറയുന്ന ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതപ്പോഴേക്കും ആ പെരിഞ്ജീരകം ഒന്ന് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, പെരിഞ്ജീരകമാണ് കേട്ടോ പൊട്ടിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമേ പെരിഞ്ജീരകം ഇടരുത്, എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രം പെരിഞ്ജീരകം ഇടുക കേട്ടോ. ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടത്. അപ്പോൾ ആ പെരിഞ്ജീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസാക്കി അരിഞ്ഞതാണ്. ഇനി നമുക്ക് സവാള നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടിക്കിട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. അതായത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല മാത്രം മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ 2 വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ആ ഒരു പൊടികളുമായിട്ടൊന്ന് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ആ ഒരു കറിക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ.
ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയില്ലേ, അത് അരച്ച മിക്സി കഴുകിയ വെള്ളം മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/2 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് കൂടി കറക്റ്റാണോ നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ അത് ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഞാൻ ഇവിടെ കുറവൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ. 3 കളറും എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, ഓപ്ഷണലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതാണിത്. ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കിത് മൂടി തുറന്നാൽ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല എന്ന് റോസ്റ്റ് എന്ന് പറയാം. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ കറിയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.